ഉർവശി അരുൺ ചേരുകയാണ്. ചലച്ചിത്ര അക്കാദമിയുടെ അംഗം കൂടിയാണ് അദ്ദേഹം. അരുൺ, നിങ്ങളൊക്കെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നുവല്ലോ. താങ്കൾ AIYF-ന്റെ പേരിലാണ് പരാതി നൽകിയത്, മുഖ്യമന്ത്രിക്ക് രഞ്ജിത്തിനെ മാറ്റി നിർത്തണമെന്ന്. അങ്ങനെ ഒരു തീരുമാനം സർക്കാരിൽ നിന്നുണ്ടാകും എന്നുള്ള ഉറച്ച പ്രതീക്ഷ ഇപ്പോഴുണ്ടോ, ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ? ഉറപ്പായിട്ടുണ്ട്. രഞ്ജിത്തിനെ മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിക്കും എന്ന വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. കാരണം അത്രമാത്രം സങ്കീർണമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ശരിയായ നിലപാട് തന്നെ സ്വീകരിക്കും. രഞ്ജിത്തിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തും. പക്ഷേ അരുണ്, രാവിലെ മന്ത്രി പറഞ്ഞ കാര്യം താങ്കളും കേട്ടതാണല്ലോ. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഒരു പരാതി രേഖാമൂലം കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് രഞ്ജിത്തിനെ പോലെയുള്ള ഒരു പ്രതിഭയ്ക്കെതിരെ ഒരു അന്വേഷണം സാധ്യമാവുക, അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്ന്? അത് ആരാവശ്യപ്പെട്ടാലും ഇന്ത്യയിലൊരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ചാണല്ലോ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഒരു അനുചിതമായ ഒരു പ്രസ്താവനയാണ് ഉണ്ടായത്. അത് നമുക്ക് കാലം തെളിയിക്കും എന്നാണ് കരുതുന്നത്. ഈ വിഷയത്തിലിപ്പോൾ റിട്ടേൺ കംപ്ലൈൻ്റ് ഒന്നും ആവശ്യമില്ല ഇതിന്മേൽ അന്വേഷണം നടത്താൻ. കാരണം ഒരു സ്ത്രീ അവരുടെ ഒരു ദുരനുഭവം, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഇന്ന ആൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്താം. അത് ക്രിമിനൽ ഒഫൻസ് തന്നെ ഇട്ടുകൊണ്ട് അന്വേഷണം നടത്താം. ആ വിഷയം നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അനുചിതമായ ഒരു പ്രസ്താവനയായിരുന്നു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ ഇത് മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടിയാണ് അരുൺ. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രിയും അത് കോട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിലെന്ന്. പരാതിയില്ല എന്നുള്ള കാര്യം, പരാതി വന്നാൽ അന്വേഷിക്കാമെന്ന്. അപ്പോൾ മന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണല്ലോ. അത് നിങ്ങൾക്ക് എങ്ങനെ തിരുത്തിക്കാൻ കഴിയും? ഒരിക്കലുമില്ല. കാരണം ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും ഇതും തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. രണ്ടിനെയും രണ്ടായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിൻ്റെ പേരിൽ മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഒന്നാമത്തെ കാര്യം. കാരണം ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതിന്മേലുള്ള അന്വേഷണവും. അതിൽ തന്നെ പറയാനുള്ളത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളിൽ മാത്രം ഒതുങ്ങരുത് എന്ന അഭിപ്രായവും AIYF മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചർച്ചകൾ ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമുണ്ട്, അതുപോലെ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട വിഷയമുണ്ട്. ഈ രണ്ട് വിഷയവും പരിഹരിക്കപ്പെടണം, രണ്ട് രീതിയിൽ തന്നെ പരിഹരിക്കപ്പെടണം എന്നുള്ള അഭിപ്രായമാണ് AIYF-നുള്ളത്. അത് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം, രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിഷയം, ഒരു സ്ത്രീ, ഒരു കലാകാരി വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായും അന്വേഷണത്തിന് വിധേയമാകും. ബന്ധപ്പെട്ട ക്രിമിനൽ ഒഫൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ അന്വേഷണം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത. അത് നടക്കും എന്ന പ്രത്യാശയാണ് ഉള്ളത്. അതിനോടൊപ്പം തന്നെ രഞ്ജിത്ത് മാറി നിന്ന് തന്നെ ആ അന്വേഷണം നടക്കും എന്നാണ് കരുതുന്നത്. അങ്ങനെയുള്ള വിവരങ്ങൾ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി അംഗം കൂടിയാണല്ലോ താങ്കൾ. അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്, രഞ്ജിത്ത് ഉടൻ രാജിവെക്കും എന്നുള്ളത്. അത് സ്ഥിരീകരിക്കാറായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാനല്ല വ്യക്തമാക്കേണ്ടത്, അതിനെക്കുറിച്ച് ഞാനല്ല പറയേണ്ടത്. ശരി. പക്ഷേ സ്വാഭാവികമായും അത്തരത്തിലൊരു നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി. ഇപ്പോൾ നടി ഉഷ കൂടി